ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. നിനക്ക് അധ്വാനിച്ച് തിന്നൂടെ? റമദാനായപ്പോൾ ഊസിയിൽ തിന്നാൻ കിട്ടുമല്ലോ, സക്കാത്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ റമദാൻ ഭക്ഷണം തിന്നാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ നോമ്പെടുക്കണതെന്ന് എൻ്റെ പ്രിയപ്പെട്ട മെക്കാന്നോ അങ്ങനെ എന്തോ അവൻ എഴുതി. കഴിഞ്ഞ വർഷവും ഇതേപോലെ എനിക്ക് പിന്നൊരു കമൻ്റ് ഇട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എന്താ പറയുക, ഈ സക്കാത്ത് മേടിക്കാനും പിന്നെ ഓസിയിൽ തിന്നാനും വേണ്ടിയിട്ട് ഇത്ര വർഷമൊന്നും എനിക്ക് കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ മനസ്സിലെ പുഴുക്കുത്ത് അല്ലെങ്കിൽ കൃമികടി എന്ന് പറയുന്ന ഒരു തരം കീടമാണ് നിങ്ങൾ. അത് എന്താ പറയുക, അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം നോമ്പും കൂടി എടുത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റേതായ വിശ്വാസത്തിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ഉണ്ണിയപ്പ കച്ചവടമുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഊണും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ 5 സ്റ്റാർ ഹോട്ടലോ കാര്യങ്ങളൊന്നുമല്ല, സാധാ ഒരു ഓലപ്പര ഷെഡിലാണ് നമ്മൾ ഈ ഒരു കട ഇട്ടിരിക്കുന്നത്. വന്ന് കഴിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. 10-30 പേര് ഡെയിലി ഫുഡ് കഴിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ അവർ വന്ന ആളുകൾ തന്നെ സ്ഥിരം നമ്മുടെ കടയിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം അത്രയും ടേസ്റ്റും അതുപോലെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ കാട്ടിക്കൂട്ടിയൊന്നും നമ്മൾ വെക്കില്ല. നമ്മളുടെ കടയിൽ വരുന്ന ആളുകൾ നമ്മുടെ അതിഥികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് പൈസ മേടിക്കും. നമ്മളൊരു ബിസിനസ് പരമായി ചെയ്യുന്നേ ഒന്നുള്ളൂ. എന്നാലും നമ്മൾ ഒരു നേരം ആരെങ്കിലും പൈസ ഇല്ല പറഞ്ഞാലും നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടേ നമ്മൾ വിടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ആ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെ അവിടെ പോയി എന്നെക്കുറിച്ച് കുറ്റം പറയുക, ഇവിടെ പോയി ആ ആളെക്കുറിച്ച് കുറ്റം പറയുക, എന്താ പറയുക, പരദൂഷണം ആളായിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ പോകുന്നു. എൻ്റെ ഇഷ്ടങ്ങളാണ് ഞാൻ ഈ ചാനലിൽ കാണിക്കുന്നത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക. നിർബന്ധിച്ചാരും നിങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുന്നില്ല. ഇഷ്ടമില്ലേ, കാണണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോ, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോ. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കിടയിലേക്ക് എൻ്റെ വീഡിയോ ചെല്ലട്ടെ. അല്ലാതെ നിങ്ങൾക്ക് ഈ കുറ്റം പറയാനും എന്താ പറയുക, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നോമ്പ് എടുക്കുന്നത് എന്തിൻ്റെ ആവശ്യമാണ്? പല ഗുണങ്ങളും ഉണ്ട്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നോമ്പെടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ ഈ 3 വർഷമായിട്ട് ഈ നോമ്പിൻ്റെ കാര്യം പബ്ലിക്കാക്കി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഓസിയിൽ തിന്നേ, സക്കാത്ത് ഓസിയിൽ മേടിക്കുക, അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. നിങ്ങൾ അതിൽ എന്താ പറയുക, ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അവനവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി പോവുക. അവനവൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ആരാൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് വരണ്ട എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയണത്. അപ്പോൾ മാന്യമായൊരു മറുപടി മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇതിലും മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കാനും എനിക്കറിയാം. പക്ഷേ വേണ്ട, അതെനിക്ക് ചേരില്ല എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.